ഒരു തരത്തിലുമുള്ള ലഹരിയും പ്രോത്സാഹിപ്പിക്കില്ലെന്നും സിനിമാ സംഘടനകളും മുതിർന്ന താരങ്ങളും ഇക്കാര്യത്തിൽ കൃത്യതയാർന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും നടൻ ഗിന്നസ് പക്രു. അഭിനേതാവിന് കലയാകണം ലഹരി എന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി ഉപയോഗം പോലുള്ള തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവർ തിരിച്ചു വരണം. ഏത് മേഖലയിലാണെങ്കിലും ലഹരി ഉപയോഗം പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നും നടൻ ഗിന്നസ് പക്രു പറഞ്ഞു. ഒരു അഭിനേതാവിന് കലയായിരിക്കണം ലഹരിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എറണാകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചലച്ചിത്ര രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ ഗിന്നസ് പക്രുവിനെ ആദരിക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു അഭിനേതാവിന് അഭിനയമായിരിക്കണം ലഹരി, അല്ലെങ്കിൽ കലയായിരിക്കണം ലഹരി എന്ന് തന്നെ പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മാർഗങ്ങളിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും തിരിച്ചു വരണം എന്ന് തന്നെയാണ്. അത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് സിനിമയെന്ന് മാത്രമല്ല, ഏത് മേഖലയിലും. പ്രത്യേകിച്ച് ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. വിദ്യാലയങ്ങളിലേക്ക് വരെ ഇത് കടന്നെത്തുന്ന മാരകമായ ഒരു ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കുട്ടികളോടും ഒക്കെ എല്ലാവരോടും കുടുംബങ്ങളോടൊക്കെ നമ്മൾ കഴിയുന്നതും പല വേദികളിലും ഞങ്ങളുടെ ഏതെല്ലാം സ്ഥലത്ത് ഞങ്ങൾക്ക് അവസരം കിട്ടുന്നോ അവിടെയെല്ലാം ഞങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെ. യോഗത്തിൽ പ്രസ് ക്ലബ് സെക്രട്ടറി എം ഷജിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിഷ പിഒ, ടോമി മാത്യു എന്നിവർ ചേർന്ന് ഗിന്നസ് പക്രുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.